ചെടിയുടെ ഇടയിൽ പൊടിച്ചിരുന്ന ചീരയാണ് ഫസ്റ്റ് കണ്ടത്. അത് ആ ചീരയിൽ നിന്നും കാറ്റടിച്ച് ഉണക്ക സമയത്ത് വീണ് പൊടിച്ച ചീരയാണ് ഇപ്പോഴും കുറച്ച് ചീര കൂടി നിന്നത്. അത് ഒത്ത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ഈ പുള്ളിക്കുത്തി കണക്ക് വീഴും, ഒരുമാതിരി കുത്താതെ വീഴും. അപ്പോൾ ഇത് കുറച്ച് മണ്ണ് ഇപ്പം മഴ പെയ്ത് തറ അങ്ങ് എന്താ മണ്ണ് ഇളകി കിടക്കുക, ഇളക്കമുണ്ട്. അപ്പോൾ ഈ ചാമ്പലും പഴയ ചാമ്പലും ചാണകപ്പൊടിയും കൂടി ഇട്ട് മണ്ണൊന്ന് ഇളക്കി അതിലങ്ങ് നടാനുള്ള ഒരു ദൂരെയായിട്ട് നടാനായിട്ട് ഇതിങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. നിരത്തി അതിങ്ങനെ നട്ട് ദൂരെ നട്ട് എന്താ പറയുക, പൊടിച്ച് നിൽക്കുന്ന കാണുമ്പം തന്നെ മനസ്സിലൊരു പ്രത്യേക സന്തോഷമാണ്. അത് പറിച്ച് കറി വെച്ച് തിന്നില്ലെങ്കിൽ പോലും അത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ നട്ടല്ലോ ഒരു ചീര. പിന്നെ ഞാൻ ഇങ്ങനെ വീണ് പൊടിച്ച് കെട്ടുന്നതാണ് എനിക്കും കൂടുതൽ ഉപകാരപ്രദമായിട്ട് വന്നിട്ടുള്ളത്. എന്നാണ് അല്ലാതെ വിത്തിട്ട് മുളപ്പിക്കുന്നതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല നല്ലതുപോലെ. ഈ നമ്മൾ ഈ പാക്കറ്റിൽ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്നില്ലേ, അതൊക്കെ എല്ലാം മോശമായി. എനിക്ക് ഒന്നും നട്ടിട്ട് പിടിച്ചിട്ടില്ല. ഇതാകുമ്പം നമ്മുടെ മുറ്റത്ത് വയ്ക്കുന്നതായാലും ചെടി ചവിട്ടി വയ്ക്കുന്നതായാലും ചീരയൊക്കെ വീണ് വിത്തായിട്ട് ഞാൻ 1, 2, 3 ചുവട് ഇത് ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ വിത്തെടുക്കുക, ഒന്ന് ഇങ്ങനെ പൊഴിച്ചെടുക്കുക, അത് തന്നെ പാവി പൊടിപ്പിച്ചെടുക്കുക കണക്കിന്. അപ്പോൾ ഈ മഴ പെയ്ത് മണ്ണ് ഇളകി കിടക്കുന്ന സമയത്ത് അതൊന്നും പിഴുത് ദൂരെ നട്ടാൽ കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് ഇരിക്കും. പിന്നെ പൊടിച്ചിത്തി പൊക്കം വെച്ച് ഇരിക്കുമ്പോൾ അത് അതിനേക്കാൾ ഭംഗിയാണ്. അതിന് വേണ്ടി നട്ടത്. കൊള്ളാമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.